ഹലോ മുത്തുമണികളെ, ഇന്ന് നമുക്കൊരു അയ്യപ്പൻ വിളക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാലിക്കറ്റ് പരുത്തിപ്പാറയിൽ വെച്ചിട്ടായിരുന്നു അയ്യപ്പൻ വിളക്ക്. പെട്ടെന്നായിരുന്നു ഏട്ടാ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും കൂടി പോയി. ഞാനും വീരും ദേവട്ടനും ഏട്ടനും കൂടിയായിരുന്നു പോയത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവരെ കൊണ്ടുപോയത്. അടങ്ങി നിൽക്കണം, അത് വാങ്ങിത്തരാമെന്നൊക്കെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പോൾ ഞാൻ എൻട്രി തന്നെ നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ വാഴക്കൊലയ്ക്ക് വെച്ചിട്ട് എവിടുന്ന് തൊട്ടേ ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയവരെ അത് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. ഈ നമ്മുടെ വാഴ കൊണ്ട് ഉണ്ടാക്കിയതാട്ടത്. നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചൊക്കെ ചെയ്തു. ഒത്തിരി പേരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ ഡാൻസുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ഡാൻസുകൾ ഉണ്ടായിരുന്നു. തബല ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സ്ഥലമായ കമ്മലിൻ്റെ അടുത്ത് ഞാൻ എത്തിയിട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല നല്ല മോഡൽ കമ്മലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്രാവശ്യം കമ്മലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒക്കെ കാരണം ഇന്നലെ പുറത്ത് പോയപ്പം കുറച്ച് കമ്മലുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇന്ന് എടുത്തില്ല. പക്ഷെ എനിക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കണ്ടോ എന്ത് ഭംഗിയുണ്ട് ആ സ്റ്റഡുകളൊക്കെ കാണാൻ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിനൊക്കെ 20 റുപ്പീസ് ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാനും. പക്ഷെ ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ ഒത്തിരി കമ്മലുകളൊക്കെ എടുത്തുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ മൂന്ന് കടക്കാരനുണ്ടായിരുന്നു ഈ കമ്മലിൻ്റെ മാത്രമായിട്ട്. നല്ല സെലക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസായ സെലക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കച്ചവടക്കാർ സ്ഥിരമായിട്ട് നമ്മുടെ ഉത്സവപ്പറമ്പിലുള്ള ബലൂണുകളും അങ്ങനെയെല്ലാം രണ്ടെണ്ണത്തിനും ഓരോ ഓഫറൊക്കെ വെച്ച് മെല്ലെ സോപ്പിട്ടിങ്ങനെ നിർത്തിക്കുകയാണ്. അവിടെ എത്തുമ്പോഴേക്ക് നല്ല കുട്ടിയാണോ അത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞ ഓരോ ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് താലപ്പൊലി വരുന്നത് കണ്ടു. താലപ്പൊലി വരുന്നുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടാൾക്കും കണ്ടോ ഈ ബൈനോക്കുലർ ആട്ടോ വാങ്ങിക്കൊടുത്ത്. ഇനി രണ്ടാൾക്കും ഇനി അതിലൊരു അടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം ദൈവത്തിന് കാറ് വേണമെന്നായിരുന്നു പറഞ്ഞത്. അതെടുത്തപ്പോൾ ഏട്ടൻ ബൈനോക്കുലർ എടുത്തപ്പോൾ അവനും അത് വേണമെന്ന്. പിന്നെ ചെണ്ടകൊട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് അയ്യപ്പൻ വിളക്ക് മഹോത്സവമാണ് കേട്ടോ. ഉത്സവമായിട്ടില്ല, അയ്യപ്പൻ വിളക്ക് മഹോത്സവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പരുത്തിപ്പാറ എന്ന് പറയും. പരുത്തിപ്പാറ പരുത്തിപ്പാറ അവിടെ നിന്നായിരുന്നു. പിന്നെ കുറച്ചൊരു ബ്ലോക്കിൽ വന്നുപോയി. കണ്ടോ അതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. ഈ ഓരോ തറകളൊക്കെ ആയിട്ട് വേഷം കെട്ടിയിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതൊക്കെ ഇത്ര അടുത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തൊട്ടടുത്തുനിന്നാണ് അതൊക്കെ കണ്ടത്. വളരെ ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അയ്യോ ഇവർ നല്ല ചൂടും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. പക്ഷെ അവർ എല്ലാം സഹിച്ച് ആ ഒരു റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഭക്ഷണം അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഭക്ഷണം നല്ല ഗോതമ്പ് നുറുക്കുണ്ടായിരുന്നു, ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഗോതമ്പ് ഉപ്പുമാവൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ് കേട്ടോ. ദൈവട്ടനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ദൈവട്ടനെ പിന്നെ ഏട്ടനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് വാശിയൊക്കെ പിടിച്ചു. എന്നാലും കുഴപ്പമില്ല. അവൻ പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അവനും ഉണർന്നു. പിന്നെ ഞങ്ങളിതാ ഇങ്ങ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.